ാണ്. അതാ ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. കുപ്പായത്തിന്റെ തുന്നൊന്ന് വിട്ടാൽ പിന്നെ കുപ്പായം വേണ്ട. 32ഉം 40ഉം ജഡ്ഡികൾ ചെറിയ മക്കൾക്കെടുക്കുന്ന ഉപ്പമാർ ആ ഒരു ജഡ്ഡിയുടെ തുന്നി വിട്ടാൽ തയ്യൽ മെഷീൻ വീട്ടിലുണ്ടായിട്ടും അത് തുന്നാൻ ഇവൾക്ക് തോന്നുന്നില്ല, മോശമാണ്. ഈ കാശ് മോളെ എവിടുന്നാണ് ഇത് കിട്ടിയത്? സഹോദരന്മാരെ, നമ്മുടെ ജീവിതം വളരെ അകന്നു പോയിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന്. ഇഷ്ടം പോലെ ഷർട്ടടിക്കാൻ പറ്റുകയില്ല, ഇഷ്ടം പോലെ പർദ്ദ വാങ്ങാൻ പറ്റുകയില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇഷ്ടം പോലെ ഒന്ന് കീറുമ്പോഴേക്കും വലിച്ചെറിയാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല എന്നുള്ള ചെറുപ്പക്കാർക്ക് ഈ ബോധമില്ല. റഷീദായി പ്രായപൂർത്തിയാകുന്ന മുമ്പ് ഒരു കാര്യവും മക്കളെ ഏൽപ്പിക്കാൻ പാടില്ല. റഷീദായി ബുലൂഗായി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കാം. ഈ സ്വഭാവം അവർക്കില്ലെങ്കിൽ അവർ റഷീദല്ല. മരിക്കുന്നവരെ ഉപദേശിക്കൽ, അവരോട് കൽപ്പിക്കൽ, വിരോധിക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. സുബ്ഹാനല്ലാഹ്, ഈ നിലക്ക് ചിന്തിച്ചാൽ ഏത് വീട്ടിലാണ് ബോധമുള്ളത്, ഏത് ഉമ്മക്കാണ് ബോധമുള്ളത്, ഏത് ഉപ്പക്കാണ് ബോധമുള്ളത്? കുത്തഴിഞ്ഞ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാലമാണിത്. മക്കളിങ്ങനെ പുറത്തിറങ്ങി മക്കൾ പോകുന്നത് കണ്ടാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ഇസ്ലാം സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രായപൂർത്തിയായ എത്ര കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്നത് പരസ്യമായിട്ട്? നിങ്ങളൊരു ഫത്വ ചോദിക്കൂ, പകരപ്പള്ളിയെ ഉസ്താദിനോട് ചോദിക്കൂ, വേണ്ട EK സമസ്തന്റെ മുഫ്തിമാരോട് ചോദിക്കൂ, AP സമസ്തന്റെ മുഫ്തിമാരോട് ചോദിക്കൂ, സമസ്ത പണ്ഡിതന്മാരോട് ചോദിക്കൂ. പ്രായപൂർത്തിയായ ശേഷം ഒരു പെൺകുട്ടിക്ക് പുറത്തു പോകാനുള്ള നിബന്ധനകൾ എത്രയാണെന്ന് ഏതെങ്കിലും ഒരു നിബന്ധന ഒത്ത രൂപത്തിൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെ പെൺകുട്ടികളും പുറത്തിറങ്ങുന്നുണ്ടോ? ഇല്ല, ബോധമില്ല. തലമറക്കാതെയാണ് അധിക കുട്ടികളും ഇറങ്ങുന്നത്. മുഖവും കൈയും മറക്കാൻ കൽപ്പനയുള്ള പെൺകുട്ടികൾ പോകട്ടെ, മുഖവും മുൻകൈയും അങ്ങ് ഒഴിവാക്കി കൊടുക്കുന്നു. ചില്ലറ അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർക്കുണ്ട്. ആ നിലക്ക് മുഖവും മുൻകൈയും നമ്മൾ അങ്ങ് ഒഴിവാക്കുക. ബാക്കിയുള്ള ഭാഗം നിർബന്ധമായും മറക്കണം. കാലിന് ഷോക്സ് ധരിക്കാതെ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും അത് നിർവഹിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും ഉസ്താദുമാരെ മാത്രം ഭാര്യമാരല്ലേ അങ്ങനെയുള്ളത്? ഉസ്താദുമാർക്ക് മതിയോ സ്വർഗം? ഉസ്താദുമാരുടെ മാത്രം ഭീഷണിയാണോ നരകം? സഹോദരന്മാരെ, ഈ സുഖമൊക്കെ അങ്ങ് തീരുന്നൊരു ദിവസമുണ്ട്. ഭാര്യമാര് ഷോർട്സ് ധരിക്കാതെ പുറത്തിറങ്ങുന്നവർ നമുക്കില്ലേ? പൂർണ്ണമായി കൈയുള്ള മാക്സി ആരാണ് ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്നവർ? പൂർണ്ണമായി കൈയുള്ള പർദ്ദയുള്ള പെണ്ണുങ്ങൾ കുറവല്ലേ? ആഫ് കൈയല്ലേ അധിക മാക്സികളും? അതാ കടകളിൽ തൂങ്ങിക്കിടക്കുന്ന മാക്സികൾ അധികവും ആഫ് കൈയല്ല, അധികം എന്നല്ല, മുഴുവനും അങ്ങനെയാണ്. പൂർണ്ണ കൈയുള്ള ഒരു മാക്സിക്ക് വേണ്ടി തെണ്ടുന്നവരാണ് ഞങ്ങളൊക്കെ. മുസ്ലിം ടെക്സ്റ്റൈൽസുകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് കിട്ടാൻ ഞങ്ങളെ കുട്ടികൾക്ക് വരെ വലിയമാരായ ഞങ്ങൾക്ക് കിട്ടാനില്ല. കാരണം അവരോട് ചോദിക്കുമ്പോൾ മുസ്ലിയരെ, നിങ്ങൾ ഒന്ന് വാങ്ങിയത് കൊണ്ട് ബാക്കി ഇവിടെ വെറുതെ കിടക്കും, അതുകൊണ്ട് അത്തരം സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന കട സുന്നി കടകളാണ്. അവിടുന്ന് സാധനമെടുക്കുന്നത് എന്റെ വാള് കേൾക്കുന്ന നീയാണ്. സഹോദര, എവിടേക്കാണ് നീങ്ങുന്നത്? എന്താണ് നിന്റെ സ്വഭാവം? അതാ പുറത്തുനിന്ന് നോക്കിയാൽ ആനന്ദിപ്പിക്കുന്ന ഡ്രസ്സുകളല്ലേ? പർദ്ദ തന്നെ, പർദ്ദയുടെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിലുള്ള പർദ്ദകളാണോ ഉമ്മമാര് ധരിക്കുന്നത്? അല്ല, വളരെ ആനന്ദിപ്പിക്കുന്ന ശൈലിയിൽ, അതും ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ അത് പ്രത്യേകമായി ഉദ്ധരിക്കുന്ന രൂപത്തിലുള്ള ശീലകളെ കൊണ്ട് അടിച്ചുണ്ടാക്കിയ പർദ്ദകൾ, ശരീരത്തിന്റെ വണ്ണ വലിപ്പം കാണിക്കുന്ന വസ്ത്രങ്ങളല്ലേ ഉമ്മമാര് ധരിക്കുന്നത്? ഉമ്മമാരെ,
അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. എത്ര ചെറുപ്പക്കാര് പെൺകുട്ടികളാണ് മരിച്ചു പോകുന്നത്, എത്ര ചെറുപ്പക്കാര് ആൺകുട്ടികളാണ് മരിച്ചു പോകുന്നത്. വലിയുപ്പയുടെ വയസ്സ് വരെ ജീവിക്കും, അതിന്റെ മുമ്പ് ഒരു ഹജ്ജ് ചെയ്യും, അതിന്റെ മുമ്പ് നല്ല പോലൊന്ന് തൗബ ചെയ്യുമെന്ന് ചിന്തിക്കണ്ട. അതിന്റെ മുമ്പ് അസ്റായീൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരവുമില്ല. മുത്തുനബി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിൽ ഒരു ഇനം സ്ത്രീകൾ വരാനിരിക്കുന്നുണ്ട്. ഇന്നുള്ള സ്ത്രീകളെ പറ്റിയാണ് മുത്തുനബി പറഞ്ഞതെന്നും നമുക്ക് വ്യക്തമാണ്. നിസാഉൻ, അവർ ചില സ്ത്രീകളാണ് കാസിയാത്ത്, അവര് ഷർട്ട് ധരിച്ചിട്ടുണ്ട്, പർദ ധരിച്ചിട്ടുണ്ട്, അവര് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്ത്, അവര് ഡ്രസ്സ് ധരിച്ചിട്ടില്ല. ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ല, ഇത് വൈരുദ്ധ്യമാണ്. പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് ധരിച്ചിട്ടുണ്ട്. അവളിൽ കൽപ്പിക്കപ്പെട്ട അംഗങ്ങൾ പൂർണ്ണമായി അവൾ മറച്ചിട്ടില്ല. പൂർണ്ണ കൈ പർദ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഈ പർദ ആഖിറത്തിൽ റബ്ബ് കൊണ്ടുവരും കേട്ടോ. നിങ്ങളതിന് ചെലവഴിച്ച കാശിനെ പറ്റി റബ്ബ് തആല ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ ശരീരം, അവരുടെ ഭംഗി നിങ്ങൾ പുറത്തേക്ക് കാണിച്ച് നിന്റെ സുഹൃത്തിനെയും സ്നേഹിതനെയും തൃപ്തിപ്പെടുത്താനാണോ നീ കല്യാണം ചെയ്തത് സഹോദരാ? നിന്റെ ഭാര്യയുടെ മുഖം മറ്റൊരുത്തൻ കണ്ടിട്ട് അവളെ ആഗ്രഹിച്ചിട്ട് നീ എന്തു ചെയ്യും? മറ്റൊരുത്തൻ നിന്റെ ഭാര്യയെ കണ്ടിട്ട് അവന്റെ മനസ്സിൽ വല്ല ചിത്രവും വന്നാൽ നീ എന്തു ചെയ്യും? അത് വലിയ അപകടമല്ലേ? ഇസ്ലാമിൽ ഇനി അങ്ങനെ നിയമമില്ലെങ്കിൽ തന്നെ മുസീബത്തല്ലേ? എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്നു, അന്യപുരുഷന്മാരൊരു പെണ്ണിനെ കാണാൻ പാടില്ല, കാണുന്ന രൂപത്തിൽ അവൾ യാത്ര ചെയ്യാൻ പാടില്ല, കാണുന്ന ഡ്രസ്സുകൾ അവൾ ധരിക്കാൻ പാടില്ല. ഫുൾ കൈയുള്ള മാക്സിയുള്ള എത്ര ഭാര്യമാരുണ്ട് ഇവിടെ, എത്ര സ്ത്രീകളുണ്ട് എന്റെ വാങ്ങ് കേൾക്കുന്നത്. ഇത് ഗ്രൂപ്പീസമല്ല, വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉമ്മമാരെ, റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസമുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുത്തെങ്കിൽ അതിന്റെ ഫുൾ കൈ ആക്കി കൊടുക്കാതെ ആ ഡ്രസ്സ് നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചാൽ റബ്ബ് പൊരുത്തപ്പെടുകയില്ല. ഇതൊരു മുസ്ലിയാരുടെ നിയമമല്ല, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ചെറുപ്പക്കാർക്ക് ബോധമില്ലാതെ ആയിപ്പോയി. ഗൾഫ് നാടുകളിൽ കട്ടപ്പെട്ടുണ്ടാക്കിയ കാശെന്നാണ് അവർ പറയുന്നത്. ഉസ്താദേ, ശമ്പളം മോശാണ് പറയാത്ത ആളുകളില്ല. ഗൾഫൊക്കെ നശിച്ചു എന്ന് പറയാത്തവരില്ല. പക്ഷേ അവന്റെ ഭാര്യയ്ക്ക് അവൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് അത് ഇസ്ലാമിൽ നിന്ന് അകന്ന ഡ്രസ്സാണ്. റബ്ബിലേക്ക് ബോധം ഇന്ന് ആർക്കുമില്ലാതെയായി. ഉസ്താദുമാര് വരെ ശ്രദ്ധിക്കാതെ പോകുന്നു. മക്കളുടെ ഡ്രസ്സ് നോക്ക്, ഏതെങ്കിലും ആളുകളുടെ ഏതെങ്കിലും മനുഷ്യന്മാരിടുന്ന പാന്റാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഷർട്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും പന്ത് കളിക്കാര്, ഏതെങ്കിലും ബാറ്റ് കളിക്കാരൻ അവൻ ധരിക്കുന്നതായ ഒരു ഡ്രസ്സ്, അവന്റെ ചിത്രത്തിലുള്ള ഡ്രസ്സ്, അവന്റെ നമ്പരുള്ള ഡ്രസ്സ്, അവനെ ഓർമ്മയാക്കുന്ന ഡ്രസ്സ്, ഇതല്ലേ സഹോദരാ നിന്റെ ചെറിയ കുഞ്ഞു മക്കൾക്ക് നീ വാങ്ങിക്കൊടുക്കുന്നത്? റബ്ബ് പൊരുത്തപ്പെടുകയില്ല. കുപ്പായം, എല്ലാ കുപ്പായവും വാങ്ങാൻ പറ്റുമോ തോന്നുന്നുണ്ടോ? എല്ലാ ഡ്രസ്സും വാങ്ങാൻ പറ്റുമോ? മുത്തുനബി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു മോശക്കാരന്റെ കുപ്പായം ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ ഒരു കുട്ടിയോ ഇടാൻ പാടില്ല. ഒരു ഫാസിഖിന്റെ ഡ്രസ് ഇടാൻ പാടില്ല, ഒരു തമ്മാടിയുടെ ഡ്രസ് ഇടാൻ പാടില്ല. ഏതോ നാട്ടിൽ ഏതോ മനുഷ്യൻ, ഈ പകരയിലെ പരിചയമില്ല, നമ്മൾ ഈ ചാടിക്കളിക്കുന്നവനെ അവന് പരിചയമില്ല, എന്റെ പാർട്ടിക്കാരനാണ് അവൻ, എന്റെ നേതാവ് ആണവൻ എന്ന ചിന്തയാണ് പലർക്കും. അവന്റെ പേര് വിളിച്ച് പറയുന്നു, അവന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നു. ഈ നാട്ടിലെ നേതാവല്ല, എവിടെയോ ഉള്ളൊരു മനുഷ്യൻ, ഒരു പന്ത് കളിക്കാരന് സ്നേഹിച്ച ചെറുപ്പക്കാരാ, നിനക്ക് ഇതുകൊണ്ടെന്ത് നേട്ടമാണ്? നേട്ടമില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് കോട്ടങ്ങളാണ്. റബ്ബിനെ അറിഞ്ഞൊരു സുജൂദ് ചെയ്യാത്തൊരു മനുഷ്യൻ, റബ്ബിനെ അറിയാത്തൊരു പെണ്ണ്, റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ചിത്രത്തിന് വേണ്ടിയാണ് നീ ഫ്ലക്സ് വെക്കുന്നത്. അവന്റെ ചിത്രമാണ് നിന്റെ നാട്ടിൽ നിന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് നീ ഫ്ലക്സ് വെച്ചത്. നീ വെച്ച ഫ്ലക്സ് ഒക്കെ വീണുപോയി, പക്ഷെ റബ്ബിന്റെ അരികിൽ വീണുപോയിട്ടില്ല.
നാളെ അതിന് കൊടുത്ത 5 ചില്ലിക്കാശുണ്ടല്ലോ, ചോദിക്കും മിന്നൈനക്തസബ, എവിടുന്നാണ് നീ സമ്പാദിച്ചത്? ഒഫീമ അംഫഖ, എവിടെയാണ് ചെലവഴിച്ചത്? 5 രൂപയല്ലേ പോകട്ടെ, കള്ളിന് പോകട്ടെ, 5 രൂപയല്ലേ ഹറാമിന് പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് അങ്ങ് കഴിച്ചിലാകും. 5 രൂപയായിരിക്കും ഒരു പക്ഷേ നിന്നെ നരകത്തിൽ കടത്തുന്നത്. ഹലാലല്ലാത്തൊരു സാധനം വാങ്ങാൻ, ഹലാലല്ലാത്തൊരു വിഷയം ചെയ്യാൻ 5 ചില്ലിക്കാശ് കൊടുക്കാൻ പാടില്ല. ആരുണ്ട് ബോധമുള്ളവർ?